നമ്പൂരിപ്പാടിനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായി പാട്ട് കച്ചേരിന്ന്. ആദ്യത്തെ 1.5 മണിക്കൂർ ഗംഭീരായി എന്നാണ്, പിന്നെയും അതെനിക്ക് ഇഷ്ടമില്ലാന്ന്. നോക്കൂ, നമ്മുടെ ബുദ്ധിക്ക് അത്രയും നേരെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ അയാൾ പാടുന്നുണ്ടാവാം, ഗുരുവായൂരപ്പാ, പിന്നീട് എനിക്ക് നിശ്ചയില്ലായ്മ വരണു, കുറെ കഴിഞ്ഞാൽ മടുക്കണു, എല്ലാവരും കയറി പോവാൻ തുടങ്ങണു. അപ്പോഴാണ് ആനയെ മുതല പിടിച്ചത്. നാരായണ, ഗുരുവായൂരപ്പ ആനയെ മുതല പിടിക്കുവോ? ഇല്ല. ഇല്ലാത്തതാണ് നമ്മളെയും പിടിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരാണ് പ്രാരബ്ധം. നമ്മൾ പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ ഞാൻ ചെന്നില്ല, എൻ്റെ വീട്ടിൽ ആരാളേ എന്ന്. ഞാൻ തന്നെ വേണ്ട ഇതൊക്കെ നോക്കി നടത്താൻ. നോക്കൂ, അവിടെ ആ ഞാനില്ലാച്ചാൽ മറ്റൊരു ഞാൻ വരും. എന്തേ നമ്മളിത് ഓർക്കാത്തത്? നമ്മളാണ് ഈ ലോകം ഭരിക്കുന്നത് എന്നുള്ളതായ ഒരു മനോഭാവം ഉള്ളിലെ കൊണ്ടു നടക്കണു. മുതല പിടിച്ചിട്ടുള്ളപ്പോൾ ഓരോരുത്തരോട് ഹെൽപ്പ് ചെയ്യാൻ പറയാണ്, അല്ലേ? അപ്പോൾ പലരും നമ്മളെ പിടിച്ച്, അല്ലെങ്കിൽ ആന ക്യാപ്റ്റനെ പിടിച്ച് കയറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആനകൾ വരെ ഈ ഗജേന്ദ്രനെ താമരക്കുളത്തിൽ നിന്ന് പിടിച്ചു കയറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.